നോക്കൂ, നമുക്ക് ചില വാക്കുകൾ ഒരേപോലെ തോന്നാം, പക്ഷേ അതിൻ്റെ അർത്ഥം വളരെ വ്യത്യാസമായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ അക്സെപ്റ്റ്, ഇതൊന്ന് നമ്മളിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറയും. ACCEPT, അക്സെപ്റ്റ്. അത് സ്വീകരിക്കുക, അംഗീകരിക്കുക, അനുവാദം കൊടുക്കുക, ആ ഒരു അർത്ഥത്തിലാണ് അക്സെപ്റ്റ്. ഓക്കെ. എന്നാൽ നമുക്ക് എക്സെപ്റ്റ് എന്ന് പറയുന്ന ഇതുണ്ട്. എന്നൊരു രണ്ടിലും, ഒന്നിൽ ACCEPT ആണ് അക്സെപ്റ്റ് എന്നതിൽ, മറ്റേത് എക്സെപ്റ്റ്, EXCEPT. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒഴികെ, ഒന്നിനെ ഒഴിവാക്കിക്കൊണ്ട്, കൂടാതെ എന്ന തരത്തിലാണ് ഒന്നിൽ എക്സെപ്റ്റ് വരുന്നത്. ഇനി നമുക്ക് വേറൊരു വാക്ക് നമുക്കറിയാം, പീസ്. PICE, പീസ്. ഓക്കെ. ഷർട്ട് പീസ്, പീസ് ഓഫ് ബനാന എന്നൊക്കെ പറഞ്ഞിട്ട് പീസ്. അത് PICE ആണ്, കഷണം, ഒരു ഭാഗം എന്നൊക്കെ നമ്മൾ പീസ് പറയുമെങ്കിൽ PEACE എന്തായിരിക്കാം? PEAC, ഒരേ ഉച്ചാരണം തന്നെ. പീസ്, സമാധാനം. പീസ്, സമാധാനം, അല്ലേ? ക്വയറ്റായിട്ട്, വളരെ പീസായിട്ട്, സമാധാനത്തിലോടെന്ന് പറയും പീസ് ആൻഡ് വാർ എന്ന് പറഞ്ഞ ഒരു നോവൽ തന്നെയുണ്ട്. പീസ് എന്ന് പറഞ്ഞാൽ സമാധാനം. ദെൻ അഫക്റ്റ് എന്നും ഇഫക്റ്റ് എന്നും രണ്ട് വാക്കുകളുണ്ടാവും. അഫക്റ്റ്. അപ്പോൾ അഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ബാധിക്കുക, അതിനെ ഒരു സ്വാധീനം ചെലുത്തുക, അതിനെ അഫക്റ്റ് ചെയ്യില്ല, അല്ലേ? നമുക്ക് അതിനെ ബാധിക്കൂല എന്ന് പറയും. എന്നാൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആഫ്റ്റർ എഫക്റ്റ്, പരിണിത ഫലം, അതിൻ്റെ ഒരു റിസൾട്ട് എന്നൊക്കെ അർത്ഥത്തിലാണ് നമുക്കുള്ളത്. അങ്ങനെ കുറേ ഒരേപോലെ തോന്നുന്ന എന്നാൽ ഡിഫറൻറ്റ് മീനിങ് ഉള്ള കുറേ വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ടാവും. ബൈ.